അതുകൊണ്ട് നമ്മൾ ആരെയും ഭയപ്പെടണ്ട. അതുകൊണ്ട് ശത്രുക്കൾ മുഴുവനും ഒരുമിക്കട്ടെ, അയൽവാസികൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ, നാട്ടുകാർ മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തട്ടെ. ഏത് പ്രതിസന്ധി വന്നാൽ തളരല്ലേ സഹോദരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നാട്ടുകാർ മുഴുവനും നിന്നെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ. ആത്മഹത്യ ചെയ്യല്ല പെങ്ങള്, നിന്നെ കൊണ്ട് കഴിയില്ല പെങ്ങള്. ഒരു യഥാർത്ഥ വിശ്വാസിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. മക്കളൊക്കെ പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുകയാണ്. SLCയുടെ റിസൾട്ട് വരുമ്പോ ഒരു വലിയ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. അതാ അർഹിച്ച വിജയം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു തുണ്ട് കയറെടുത്തിട്ട് പാലിൽ കെട്ടിക്കെട്ട് തൂങ്ങിച്ചാവാ തയ്യാറെടുക്കുന്ന എന്റെ പ്രിയമുള്ള യുവത്വത്തോട്, നരമ്പ് മുറിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, എത്ര വലിയ വേദനയുണ്ടായാൽ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും അല്ലാഹു ഒറ്റപ്പെടുത്തൂല. നിന്നെ സൃഷ്ടിച്ചത് റബ്ബാ. നിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും അല്ലാഹു സഹിക്കില്ല. നിന്റെ ഉമ്മയ്ക്കല്ല നിന്നോട് സ്നേഹം കൂടുതൽ, നിന്റെ വാപ്പയ്ക്കല്ല, നിന്റെ കൂടെ കിടന്ന ഭർത്താവിനല്ല, നിന്റെ വയറ്റിൽ 9 മാസം കിടന്ന നിന്റെ മക്കൾക്കല്ല. പെങ്ങളെ, ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലാഹുവിനാണ്. ആ അല്ലാഹു ഒരിക്കലും നിന്നെ കൈവിടൂല. അതുകൊണ്ട് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ വയസ്സ് കുറഞ്ഞവളാണ് ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അതാ മുനാഫിക്കീങ്ങൾ പറഞ്ഞു പരത്തുകയാണ്. ആയിഷ ബീവി വ്യഭിചരിച്ചു. സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. ഈ സഹാബിയുമായി ചേർത്ത് വെച്ചിട്ട് പറയാൻ തുടങ്ങുകയാ. ഇന്നല്ല തുടങ്ങിയത്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ പോലും വെറുതെ വിടാത്ത ഒരു സമുദായം ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ പോലും അവർ വെറുതെ വിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയാ. സഹാബത്ത് മുഴുവനും വിശ്വസിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മുഴുവനും വിശ്വസിക്കുകയാണ്. അവസാനം അവിടെയും ഇവിടെയും നിന്നിട്ട് സഹാബത്ത് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് കേട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറയുന്നത് കേട്ടപ്പോ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക ആയിഷ, കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക ആയിഷ. ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുകയാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ കയ്യിലേക്ക് തന്റെ പൊന്നുമോള് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നു, ഉപ്പാ, ഞാൻ വ്യഭിചരിക്കുമോ ഉപ്പാ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ്. ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യുമോ? ഞാൻ വ്യഭിചരിക്കുമോ? തന്റെ പ്രിയപ്പെട്ട വാപ്പ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, മോളെ ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ കയ്യിൽ നിന്നിറങ്ങുകയാണ്. കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്നത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്കാ. മക്കള് കരഞ്ഞ ഉമ്മയ്ക്ക് സഹിക്കുവോ? ആയിഷ ബീബി ഓടിച്ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെന്ന് പറയുന്ന, ഉമ്മ, ഇവര് പറയുന്നത് കള്ളവാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ആയിഷ ബീവി തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോൾ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയും നന്ദ് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്, വിശ്വസിക്കലല്ലാതെ വഴിയില്ല. വാപ്പ കൈയൊഴിഞ്ഞു, ഉമ്മ കൈയൊഴിഞ്ഞു, ഭർത്താവ് കൈയൊഴിഞ്ഞു, ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന മുദ്രകുത്തി. ആയിഷ ബീവി എന്ന 14 വയസ്സുകാരി പതറിയില്ല. ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന് മുദ്രകുത്തിയിട്ട് കളിയാക്കിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും 14 വയസ്സുള്ള ആയിഷ ബീവി പതറിയില്ല. പെങ്ങളെ,
തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്ത് കുടിച്ചില്ല, നരമ്പ് മുറിച്ചില്ല. പടച്ചവൻ എന്നെ കൈവിടില്ലെന്നുള്ള ഈമാൻ ആയിഷ ബീവിക്കുണ്ടായിരുന്നു. വീടിനകത്ത് കയറുകയാണ്, നിസ്കാരപ്പായിലിരുന്ന് കരയുകയാണ്. 14 ദിവസം കരഞ്ഞു, 14 ദിവസം കരഞ്ഞു. 15ാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോടെ, അള്ളാന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, റസൂലിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട്, അള്ളാന്റെ റസൂലിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ആയിഷ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ജിബ്രീൽ വന്നു പറഞ്ഞോ നബിയേ? അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഇന്നലെ ജിബ്രീൽ വന്ന ആയിഷ, ഖുർആനിൽ ആയത്തിറങ്ങി ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു ആയിഷ. ആയിഷ ബീവി റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ജിബ്രീൽ 7 ആകാശം കടന്ന് അങ്ങയുടെ മുന്നിൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. ആ 14 വയസ്സുകാരിയുടെ ആത്മവിശ്വാസം കണ്ടിട്ട് അള്ളാന്റെ റസൂൽ ചോദിച്ച്, എന്തേ ആയിഷ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, അല്ലാഹു സഹായിക്കുമെന്ന് ഇത്ര ഉറപ്പെന്തേ ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു നാട് മുഴുവനും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞപ്പോ, 14 ദിവസം നിസ്കാരപ്പായിലിരുന്നിട്ട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ, ഒരേ ഒരു ദിക്റാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ ദിക്ർ ഏതാ ആയിഷ? നിനക്ക് മനസമാധാനം കിട്ടിയ, മനസ്സിന് ധൈര്യം കിട്ടിയ, അല്ലാഹു സഹായിക്കുമെന്ന് ഉറപ്പുള്ള ആ ദിക്ർ ഏതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ, ആരുമില്ലെന്ന് തോന്നുമ്പോ, ഒറ്റപ്പെട്ടു പോയെന്ന് നിനക്ക് തോന്നുമ്പോ, സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടാകുമ്പോ 3 പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട്, 3 പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദിക്റെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറയുന്നു, നബിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞുകൊണ്ട് 14 വയസ്സുള്ള ആയിഷ ബീവി അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എന്നെ പടച്ചത് നീയാ അല്ലാ, സത്യം നിനക്കറിയാമല്ലോ, ആര് കൈയൊടിഞ്ഞാലും എനിക്കൊന്നുമില്ല, നീ എന്നെ കൈയൊഴിയല്ല അല്ലാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവര്. എന്റെ വാപ്പയില്ല, എന്റെ ഉമ്മയില്ല, എന്റെ കൂടെ പിറപ്പില്ല, ഞാൻ പറഞ്ഞാൽ ഈ നാട്ടുകാര് വിശ്വസിക്കില്ല, എന്നെ സഹായിക്കണേ അല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ സഹായം കിട്ടിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ദിക്ർ ഇതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. നാട്ടുകാർ മുഴുവനും ശത്രുക്കളാവും, അയൽവാസികൾ മുഴുവനും ശത്രുക്കളാകും. നമ്മുടെ രാജ്യം ആര് ഭരിക്കട്ടെ, ഏക സിവിൽ കോഡല്ല, ഏത് കോഡും വരട്ടെ, നമുക്കിപ്പോൾ എന്തിപ്പോൾ ദജ്ജാലിനെ കാത്തിരിക്കണം, നമുക്കിനിപ്പോൾ എന്ത് കോടും, കരിച്ചാലെന്ത്, വറുത്താലെന്ത്, പൊരിച്ചാലെന്ത്, നമ്മളൊക്കെ എന്തിനാ പേടിക്കണം? നമ്മളൊക്കെ 5 നേരം വിശ്വസിച്ചിട്ട് മരണവും കാത്തിരിക്കുന്നവരാണ്. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങൾ, 1ാമത്തെ പരീക്ഷണം ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 വിശദീകരിക്കുന്ന ചുമ തുടങ്ങിയ നല്ല പ്രയാസം ഉണ്ട് ഇൻഷാ അല്ലാഹ്, അരമണിക്കൂറും കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. 2 ബക്കറ്റ് പിരിവ് അവസാനം. എന്താ എരി മുളകുപൊടി
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, രണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അനിയ ഈ ഫാനൊന്ന് തിരിച്ചു വെച്ചതാടാ, എനിക്ക് സെറ്റാറുണ്ട്. അള്ളാഹു പരലോകത്ത് നിന്ന് വിയർക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒരാമി പറ മനുഷ്യന്മാരെ, അള്ളാഹു നിങ്ങളെയും കാക്കുമാറാകട്ടെ. പരലോകത്ത് നിന്ന് വിയർക്കാന്ന് വെച്ചാൽ വല്ലാത്ത വിയർപ്പല്ലേ. ഇങ്ങനെ വിയർപ്പ് മുങ്ങുന്ന അരവരെ, കാലുവരെ, മുട്ടുവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ ചിലര് മുങ്ങിക്കിടക്കും. എല്ലാം ഓഫായ കുഴപ്പമില്ല. എന്ത് പറ്റി? കറണ്ട് പോയ എവിടെയോ? പതുക്കെ പതുക്കെ അൽഹംദുലില്ലാ. 6 അടി മണ്ണിന്റെ ഓർമ്മ എല്ലാവർക്കും വേണം കേട്ടാ. കബറിനകത്ത് കിടക്കുമ്പോൾ ഇതുപോലെ ലൈറ്റ് കത്തണം. അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ 6 അടി മണ്ണ് പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. ഇപ്പോഴാണ് വയത് കബറിനകത്തിരുന്ന് വയത് പറയണവരുണ്ട്. 2 അതെങ്ങനെ നടക്കട്ടെ? മൈക്ക് ഓഫ് ആയില്ല, ലൈറ്റല്ലേ ഓഫ് ആയുള്ളൂ. 2 അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 2 അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങൾ. രണ്ടാമത്തെ പരീക്ഷണം വൽജൂ, അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാണ്. അള്ളാഹു പട്ടിണി കൊടുക്കുകയാണ്. അള്ളാഹു പട്ടിണി കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തിൽ നമ്മളാരുമല്ല പട്ടിണി കിടന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ അനുചരന്മാരെയും അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്ത് അവിടെ പട്ടിണി കിടന്നത് 3 വർഷമായിരുന്നല്ലോ. 3 കൊല്ലമാണ് പട്ടിണി കിടന്നത്. അവസാനം തിന്നാന് ഭക്ഷണമില്ലാതെ പച്ചില പറിച്ചിട്ട് തിന്നുകയാണ്. നമ്മുടെ വീട്ടിലെ ആടുണ്ടല്ലോ, ഇല തിന്നിട്ട് ആട് കാസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാരും ആട് കാസിക്കുന്നത് പോലെ, മൃഗങ്ങള് കാസിക്കുന്നത് പോലെ കാസിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്ത് പറയുന്നുണ്ട്, ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളുണ്ടല്ലോ, ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും വിശപ്പ് കാരണം ഞങ്ങളടുത്ത് കടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അള്ളാന്റെ റസൂല് ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ കാലത്താണെങ്കിൽ റസൂലുള്ള വഫാത്താകുന്ന 63-ാമത്തെ വയസ്സിലാ. 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന പ്രവാചകര് റബീഉൽ അവ്വൽ 12-നാണ് വിട പറഞ്ഞത്. ആ വിട പറയുന്നതിന്റെ 11-ാമത്തെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11 വഫാത്താകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിനകത്ത് ഒഴിക്കാനുള്ള എണ്ണയില്ല. അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാഹിയുടെ വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. മാറി നിന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകരോട് എണ്ണയില്ലെന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി നിന്ന് കരയുകയാണ്. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? എന്തേ വിളക്ക് കത്തിക്കാത്തത്? റസൂലുള്ളാഹിയുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, എണ്ണയില്ല നബിയേ, വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് അവിടെ കിടന്ന് ചിരിക്കുന്ന മുഖത്തോട് അവിടെന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ്, തന്റെ വീടിനകത്ത് വിളക്കിനകത്ത് ഒഴിക്കാനുള്ള എണ്ണ പോലും ഇല്ലെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുന്നത് അൽഹംദുലില്ലാഹ്, അത്രയ്ക്ക് പട്ടിണിയായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക്, ആയിഷ ബീവിയുടെ വീടിനകത്തേക്ക് ഒരു ദിവസം അള്ളാന്റെ റസൂല് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ വിശക്കുന്നു, ആയിഷ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിഷ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാ തരുവോ ആയിഷ? ആയിഷ ബീവി നിന്ന് കരയുകയാണ്. ആയിഷ ബീവി നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂലിന് മനസ്സിലായി വീടിനകത്തൊന്നുമില്ലെന്ന് മനസ്സിലായി. റസൂലുള്ള ചോദിക്കും, കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുമോ ആയിഷ?
കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുമോ? ആയിഷ ബീവി പൊട്ടിക്കരയുകയാണ്. കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത ഒരു വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക പെങ്ങള്. ഏതെങ്കിലും ഒരു വീട്ടില് കുടിക്കാൻ പച്ചവെള്ളമില്ലാത്ത വീടുണ്ടാകുമോ പൊന്നുമോള്? ആയിഷ ബീവി കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. ആയിഷ ബീവി പറയുകയാണ്, ലൗകാന ഇന്ധനാദുഹിനന്, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിനകത്ത് പൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടല്ലോ, അതെങ്ങാണം എന്റെ വീടിനകത്തുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബാ. കുടിക്കാര് പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കട്. അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ കഴിവില്ലാത്തവരല്ലേ നമ്മള്. പട്ടിണിയെ കുറിച്ച് എല്ലാവരും പറയും, റസൂലുള്ളയും സഹാബത്തും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നെന്ന് പറഞ്ഞോ. നമ്മുടെ മക്കള് ചോദിക്കും, കല്ല് കെട്ടി വെച്ചാ വിശപ്പ് മാറുവോ? ഇത്രക്കൊക്കെ പട്ടിണി ഉണ്ടാകുമോ? എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുവോ? അള്ളാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയോ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫാത്തിമയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാട്. റസൂലുള്ള വീട്ടിലേക്ക് കയറിയിട്ട് അവിടെന്ന് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള്, മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള്. പാല് കിട്ടാതെ രണ്ട് മക്കളും കിടന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകര് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു. സഹാബത്തിനോട് നസീഹത്ത് നടത്തുകയാ. അപ്പോഴും വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. റസൂലുള്ള വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. കരച്ചല് തീരുന്നില്ല. മൂന്നാമതും വിളിച്ചു പറഞ്ഞു, കരച്ചില് തീരുന്നില്ല. റസൂലുള്ളാഹിന് ദേഷ്യം തോന്നി. പെട്ടെന്ന് സഹാബത്തിന്റെ ഇടയിൽ നിന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? നിന്റെ പൊന്നു മക്കള് കിടന്ന് വിശന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയോ? ആയിദാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ട് കൈയും ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് കരയുകയാണ്. തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോളുടെ തലയിൽ കൈവച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്? ഇത് സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ല. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ വീടിന്റെ അവസ്ഥയാ. എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്ത് ഫാത്തിമ? ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ. അല്ലാഹുവേ, പട്ടിണി കിടന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് അവസാനം അതുമില്ലാതെ പടച്ചവരെ പാല് പറ്റിയിട്ട് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് പൊന്നുമോളൊരു വാപ്പയോട് പറയുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ. രണ്ട് പിഞ്ചു മക്കള് പട്ടിണി കിടന്ന് കരയുന്നു. തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ താടിരോമം നിറയ്ക്കാൻ തുടങ്ങി, കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. വീടിനകത്ത് നിന്നിറങ്ങുകയാ. ഒരു വാപ്പയാണല്ലോ റസൂലുള്ളാഹ് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നു. അവസാനം ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അറാബിക്കറിയില്ല ഈ വരുന്നത് ലോകത്തിന്റെ നേതാവാണെന്ന മനുഷ്യനറിയില്ല. അത്രയും ദൂരം അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അറാബിയോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുമോ? അറാബി പറയുകയാ, ഈ കാണുന്ന കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരിയിട്ട്
എന്റെ ഈന്തപ്പന മരങ്ങള് നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. 1 തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി തൊട്ടിയും കൈരമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാണ്. വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങളെ നനയ്ക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി 4ാമത് വെള്ളം കോരാ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ് കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീണുപോയി. കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീണുപോയി. അറാബിക്ക് ദേഷ്യം തോന്നി. തൊട്ടി കിണറ്റിലിട്ട ദേഷ്യം കാരണം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തെ കാഞ്ഞടിച്ചു. റസൂലുള്ള മിണ്ടിയില്ല. പ്രവാചകനെ ദേഷ്യപ്പെട്ടില്ല. കിണറ്റിന്റെ ചുവട്ടിൽ നിന്നിട്ട് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാ. പ്രവാചകന് തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിച്ചു, എന്റെ കൂലി എന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലി എന്ന് തരുവോ? അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒന്ന് ദേഷ്യപ്പെടുന്നത് പോലുമില്ല. 9 കാരക്കയെടുത്ത് റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. തന്നെ തല്ലിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ലോകത്തിന്റെ നേതാവ് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് തളർന്നു കിടന്ന് കരയുന്ന 2 മക്കളെ എടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുണ്ടല്ലോ കൊണ്ടുപോയ 9 കാരക്കയിൽ നിന്ന് അള്ളാന്റെ റസൂൽ ഇങ്ങനെ പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, 9 കാരക്കയിൽ നിന്ന് റസൂലുള്ളാഹി പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആർത്തിയോടെ വലിച്ചു വാരി തിന്നുകയാ. മക്കള് 3-4 കടിച്ചു. പിന്നെ ഉള്ളതാകെ 3 കാരക്കയാ. മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോള് ചേർത്ത് പിടിച്ചിട്ട് കയ്യിൽ കൊടുക്കുന്നു. ഫാത്തിമ, കഴിക്കുമോളെ, കഴിക്കുമോളെ. റസൂലുള്ളാഹി തലകുനിച്ച് വെച്ചിരിക്കുകയാ. കാരണം തല്ലിയതിന്റെ പാട് മുഖത്ത് കിടക്കുന്നുണ്ട്. തന്റെ പൊന്നുമോട് കാണണ്ടെന്ന് കരുതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തല താഴ്ത്തി പിടിക്കുമ്പോ ഫാത്തിമ ഉപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടുന്ന് ചോദിക്കുന്നു, വാപ്പാ ആരാ തല്ലിയത്? മുഖത്ത് കൈയുടെ പാട് കാണുന്നല്ലോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഫാത്തിമ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീണു പോയപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് കയ്യിൽ വെച്ച് കൊടുത്ത 3 കാരക്ക വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, കാരക്ക നമ്മൾ കാണുന്നവരാണല്ലോ. 9 കാരക്ക എത്രയുണ്ടാകും? 9 കാരക്ക എത്രയുണ്ടാകും? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹിന് സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ. സ്നേഹം കൂടിയത് കൊണ്ടല്ലേ അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ വയറ്റത്തെ കല്ല് വെച്ചിട്ട് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്നിട്ടുറക്കം വരാതെ എഴുന്നേറ്റ് നടന്നു പോകുന്ന റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറയുന്നു, നബിയേ ഇങ്ങനെ നടക്കല്ലേ നബിയേ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, ഒന്നനുവാദം തരുവോ? 7 കിലോമീറ്റർ ഉള്ള ഉഹദ് മല കാണിച്ചു കൊടുത്തിട്ട് 7 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ സ്വർണമാക്കി തരാ, നബിയേ സ്വർണമാക്കി തരാ, കൊണ്ട് നടക്കണ്ട നബിയേ, കൂടെ വരും നബിയേ, എവിടെ പോയാലും ഈ മല ഇങ്ങനെ പുറകിൽ നടന്നു വരും നബിയേ, സ്വർണമാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീലേ എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്കൊരു പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ മരിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ നാളെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു പട്ടിണി നീ അനുഭവിച്ചിട്ടുണ്ടോ? നിന്റെ വീടിനകത്ത് ഇതുപോലെ ഒരു പട്ടിണി നീ അനുഭവിച്ചിട്ടില്ല. ഇതിന്റെ 4
ഒരംശം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലിരുന്ന് പറഞ്ഞു അൽഹംദുലില്ലാ, മറക്കാതെ റബ്ബിന് നന്ദി രേഖപ്പെടുത്തട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ രണ്ടാമത്തെ പരീക്ഷണം വൽജൂ, അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പട്ടിണി എന്ന് പറയാനേ അറിയൂ, അനുഭവിച്ചിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ സമയമായപ്പോ നിർത്താറായ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് 50 ആയി. എന്ത് വേണം? ദുആ ചെയ്യാ. ഇതപ്പോ പറയപ്പ ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഒറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരില നമ്മുടെ വാപ്പായ അള്ളാഹു അടിച്ചിറക്കി വിട്ടത്. നമ്മുടെ വാപ്പയെയും ഉമ്മയെയും ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. ആ കാണുന്ന മരത്തിന്ന് പഴം തിന്നില്ല. വാപ്പായും ഉമ്മയും കൂടെ പോയി രണ്ടിനെയും പുറത്താക്കി. ഊടുതുണി പോലും കൊടുത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താപ്പാ? ഇപ്പൊ എന്ത് വേണം നിങ്ങൾ പറ. എനിക്ക് ഈ 6 എണ്ണത്തിൽ 3 എണ്ണമെങ്കിലും പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ ഒന്നും കൂടെ പറയാം. എന്ത് വേണം പറയണമെന്ന് ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. പൈസ വിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം. പൈസ ഞാൻ ചോദിക്കും, അപ്പോഴിതുപോലെ ഒന്ന് പൊക്കണം ഇൻഷാ അല്ലാഹ്. കേട്ടാ, കൊടുക്കൂലേ? അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാ. നിനക്കെന്ത്? പെണ്ണുങ്ങൾ മനുഷ്യന്മാരെ വയലൊന്നും വേണ്ട. ഒരു മനുഷ്യനെ നന്നാകാൻ മരിച്ച വീട്ടിൽ പോയാൽ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ച വീട്ടിൽ പോകുമ്പോഴേ ഒറ്റ ഒന്ന് കാര്യം നോക്കിയാൽ മതി. മരിച്ചവന്റെ ഭാര്യ പറയണ ഒരൊറ്റ ഡയലോഗ് കേട്ടാൽ മതി. നിങ്ങളൊക്കെ മരിച്ചുപോയെന്ന് സങ്കല്പിക്കുക. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴൊന്നും തീരൂല്ല എന്നാ വിചാരിക്കണേ. ഞാൻ അപ്പുറത്തെ പള്ളി വന്നപ്പോ മരണത്തിന്റെ 3 അടയാളം പറഞ്ഞു തന്നായിരുന്നു. കേട്ടില്ലേ? 3 അടയാളം. ഒരു മനുഷ്യന്റെ മരണം എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 3 അടയാളം. നിന്റെ താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ മരണം അടുത്തു എന്ന് നബിയിന റസൂലുള്ളാഹി. നരക്ക, മുടിയും താടിയൊക്കെ നരക്ക മരണത്തിന്റെ അടയാളമാണ്. പലതും നരച്ചു കഴിഞ്ഞ് തയ്യാറെടുത്തോ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ, നീ മരിച്ച് വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ചിങ്ങനെ കടത്തിയിരിക്കുക. നിങ്ങളെ പറയണ്ട, എന്നെ പറയാ. ഇപ്പൊ ഞാൻ മരിച്ചു കിടക്ക. ഞാനിപ്പോ ഇങ്ങനെ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ മരിച്ചുപോയി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ മനുഷ്യ പേടി? എനിക്ക് പേടിയൊന്നുമില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഒരു ആംബുലൻസ് വിളിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. നാളെ വീട്ടിൽ ഭയങ്കര തിരക്കാ. എൻ്റെ വീട്ടിൽ വലിയ തിരക്കാ. എന്നെ കാണാൻ വരില്ല എല്ലാവരും. അർച്ചനെ അപ്പൊ ഇങ്ങനെ വീട്ടിൽ എൻ്റെ ഉമ്മ നിന്ന് കരയണം, കൂടപ്പുറപ്പ് കരയണം, എല്ലാരും കരയാ. അവസാനം ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തുമ്പോ എൻ്റെ ഭാര്യ സുമയ്യ, എൻ്റെ മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുമ്പോ ഇവള് പറയണൊരു വാക്കുണ്ട്. എന്താ പറയാ? ഞാൻ എൻ്റെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചിന്തിച്ചാൽ മതി. എന്താ പറയാ? പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തല്ല. എന്താ പറയാ? അള്ളാഹു, ഇനി എൻ്റെ മക്കൾക്ക് ആരാ അള്ളാഹ് ഉള്ളത്? ഓളെപ്പോഴും ഓളുടെ കാര്യം നോക്കണേ. ഇനി എനിക്കും എൻ്റെ മക്കൾക്ക് ഇന്ന് വരെ ഈ മനുഷ്യനെ തിന്നാൻ തന്ന ഇങ്ങാര് പോയല്ലോ അള്ളാഹ്, ഇനി ആരാ ഉള്ളത്? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതല്ലാതെ വേറെന്തെങ്കിലും പറയൂ? ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ പറയുമെന്ന് പ്രതീക്ഷയുമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെല്ലാം ഉണ്ട്. അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, കൂടെ പുറപ്പുണ്ട്, നാട്ടുകാര്, സംഘടനകളെല്ലാവരും ഉണ്ട്. പള്ളിക്കാട്ടി പോണ എനിക്കാരുണ്ട്. എൻ്റെ വാപ്പ കിടക്കുക അവിടെ, പോയിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ഉമ്മച്ചി വരുമോ? എൻ്റെ ഭാര്യ വരുമോ? എൻ്റെ സഹോദരങ്ങൾ വരുമോ? എൻ്റെ മോൻ വരുമോ? ആരും വരത്തില്ല. ഞാനാ ഒറ്റയ്ക്ക് പോണത്. സത്യത്തിൽ പെണ്ണ് പറയേണ്ടത് അല്ലാ, എൻ്റെ ഇക്ക പോവാണല്ലോ, കുറച്ചൊരു ആരാ അല്ലാ ഉള്ളതെന്ന്. അവൾ അതിന് പറയുമ്പോഴെങ്കിൽ എനിക്കിനി ആരുണ്ടെന്ന്. അല്ലാ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല, എന്താ പെണ്ണുങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ച് ചിന്തിക്ക്. ഇനി നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിക്ക്. ഭർത്താവിന് ആരാ ഉള്ളതെന്നെങ്കിലും ഒരിക്കലെങ്കിലും പറ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമത്തെ പരീക്ഷണം ഞാൻ പെട്ടെന്ന് നിർത്താം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ പരീക്ഷണം ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞ് 4ഉം പറയണമെന്ന് ആഗ്രഹമുണ്ട് വാപ്പ. 4ഉം പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കിപ്പൊ ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സ്നേഹം ഉണ്ടാവുമോ? മനസ്സിലാക്കാം. എനിക്ക് സുഖമില്ല, ഉംറ കഴിഞ്ഞ് ഇന്നലെ വന്നു, എഴുന്നേക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അപ്പൊ ഇതുപോലെ വന്ന് ഇത്തിരി പറഞ്ഞിട്ട് പോയാൽ ദുആയെങ്കിലും കിട്ടുമല്ലോ. ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3ാമത്തെ കാര്യം,
മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനക്സിം മിനൽ അംവാൽ. അല്ലാഹു നിന്റെ കച്ചവടമൊക്കെ പെട്ടെന്നങ്ങ് നഷ്ടത്തിലാക്കുകയാണ്. അല്ലാഹുവേ നിന്റെ ബിസിനസ് മുഴുവനും തകർന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പെരുമ്പാവൂര് പ്രദേശത്തുള്ള നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കച്ചവടം മുഴുവനും നഷ്ടത്തിലാവുകയാ. പലരും പറഞ്ഞു ഉസ്താദേ മില്ലുകളൊക്കെ പൂട്ടുകയാണ്, ദുആ ചെയ്യടേ ദുആ ചെയ്യടേ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട് വാപ്പാ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. അല്ലാഹു പരീക്ഷണം തരുന്നത് ഒരു നല്ലത് വരാനുള്ളതിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ നിനക്ക് കയറ്റം തരുന്നത് ഒരു ഇറക്കം തരാനാണെന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മള് ഈ പരീക്ഷണം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് ഈമാൻ സൂക്ഷിക്കേണ്ടത്, സന്തോഷം വരുമ്പോഴല്ല. എന്റെ പ്രിയമുള്ളവരെ, മനസ്സിനൊക്കെ അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ നമ്മൾ ഈ വയലു പറയാൻ തുടങ്ങി കഴിയുമ്പോ എന്തെല്ലാം കേൾക്കണമെന്നറിയാവോ? എത്ര പെണ്ണ് കെട്ടി എന്നൊക്കെ, 2 പെണ്ണ് കെട്ടി. ഈ അടുത്താണെങ്കിൽ പടച്ചോനെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, കുടുംബ വഴക്കുകളിലൊന്നും ഇടപെടരുതെന്ന്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും പിണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ, ഒന്നിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് പിരിഞ്ഞാൽ പറയും ഓനും അവളും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അതാവസ്ഥ. 2 പെണ്ണ് കെട്ടി 3 പെണ്ണ് കെട്ടി എന്നൊക്കെ പറയും. ലക്ഷങ്ങളൊന്നും ഫ്ലൈറ്റിലൊക്കെയാ വയലു പറയാൻ പോണേന്ന്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന് പരീക്ഷണം കൊടുക്കുമ്പോൾ 3 കാര്യങ്ങൾ സൂക്ഷിച്ചു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, ആ പരീക്ഷണം കൊണ്ട് ആ മനുഷ്യൻ കാഫിറായി പോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കും, പള്ളിക്ക് കൊടുക്കും, പെണ്ണുങ്ങൾക്ക് ആര് ചോദിച്ചാലും പൈസയും സദക്കയൊക്കെ കൊടുക്കും. പെട്ടെന്നൊരു ക്യാൻസർ രോഗം വന്നാൽ ഈ മനുഷ്യൻ പറയും, ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തതാ, എന്നിട്ടും പടച്ചവൻ എനിക്കിത് തന്നല്ലോ, എന്നോട് ഈ പണി കാണിച്ചല്ലോ, ശരിയായില്ല അല്ലേ? ഞാൻ പള്ളി കെട്ടാൻ കൊടുത്തു, പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ കൊടുത്തു, വയലിന്റെ സദസ്സിൽ പോയാ എല്ലാ മജ്ലിസും പോയി, എപ്പോഴും എന്റെ കയ്യിൽ തസ്ബീഹായിരുന്നു, എന്നിട്ട് അല്ലാഹു എനിക്കിത് തന്നല്ലോ. എന്താ ഇങ്ങനെ പറഞ്ഞ് കാഫിറായി പോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ശരിയല്ലേ? എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ പറയാറുണ്ട്, അവൻ അല്ലാഹ് എല്ലാം കൊടുത്ത് എനിക്കൊന്നും തന്നില്ല. 2, അല്ലാഹു നിനക്ക് പരീക്ഷണം തരുന്നത് നിന്റെ പാപം പൊറുക്കാനാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഇത്തിരി നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചാലും നിന്റെ പാവങ്ങളൊക്കെ പൊറുക്കും. ഇത്തിരി അല്ലാഹു ഇവിടെ ഇട്ട് തന്നെ ക്യാൻസർ രോഗം, മാരക രോഗം തന്നിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്താം. എല്ലാരും ആഗ്രഹിക്കുക ഇയാളൊന്നും തീരണില്ലെന്ന്. അങ്ങനെ കിടന്നാ നിന്റെ പാവം അല്ലാഹു പുറത്തുതരുമെന്ന് നബിയിന റസൂലുള്ളാഹി. 3, അല്ലാഹു നിന്റെ പദവി ഉയർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരീക്ഷണങ്ങൾ അതിനൊക്കെ ഞങ്ങൾ വഴുതു പറയണ ഉസ്താമാരൊക്കെ വെച്ച് നോക്കുമ്പോൾ വിവാദങ്ങൾ എന്നും ഞങ്ങൾക്ക് പദവി കൂട്ടിയിട്ടേ ഉള്ളൂ, താഴ്ത്തിയിട്ടില്ല. മഹറെന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടായി. ആ വിവാദത്തിന് ശേഷം ഏറ്റവും നമുക്കൊക്കെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുന്ന അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തിക നഷ്ടം 500 1000 നിരോധിച്ചപ്പോ എന്താ എല്ലാരും മോഡിയെ എന്തൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു. എല്ലാരും ഓനെ കുറ്റപ്പെടുത്ത. എന്തിനാ കുറ്റപ്പെടുത്തണേ? നീ തന്നെയാ നിന്നെ നശിപ്പിച്ചത്, വേറെ ആരെയും പറയണ്ട. 2 നിലയുള്ള വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീട്, ആ വീടിനകത്ത് ലക്ഷങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, 500 1000 കെട്ടുകണക്കിനിരിക്കുക. അപ്പോഴാ എന്നിട്ട് കൊതിക്കണത് പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒന്ന് തരുവോ? ഒരു 500 രൂപ തപ്പിയിട്ട് ഇങ്ങനെ എടുത്തു തന്നിട്ട് പറയും ഇതേ ഉള്ളൂ, ഒന്നുമില്ല. 500 രൂപ എടുത്തില്ല, 1000 രൂപ എടുത്ത് കൈ വെച്ചിട്ട് പറയും ഇതേ ഉള്ളൂ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അലമാരിക്കകത്ത് ലക്ഷങ്ങൾ ഇരിപ്പുണ്ട്, ഇവൻ എന്താ പറഞ്ഞ ഒന്നുമില്ലാന്ന്. അങ്ങനെ അല്ലാഹു നിന്നെ ഒന്നുമില്ലാതാക്കി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 പ്രാവശ്യം കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു, നിന്നെ അല്ലാഹു ഇല്ലാതാക്കി. ഇപ്പൊ 24,000 30,000 കിട്ടുന്നുണ്ട്. ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ എത്തിങ്കാനിലായിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തി വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോ
തന്റെ കാലിന്റെ ചുവട്ടിലുള്ള ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചിന്തിക്കു ചെറുപ്പക്കാരാ, പണത്തിന്റെ പുറകെ കടന്ന് ഏത് വഴിയിലും സമ്പാദിച്ചാ മതിയല്ലോ, ഹലാലാണോ ഹറാമാണോ എന്നൊരു മനുഷ്യനും നോക്കാറില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന പ്രവാചകന് ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മുഴുവനും കളഞ്ഞിട്ടാ പോയത്. എത്രയോ സഹാബത്തിന്റെ ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ അനുചരന്മാർ ലക്ഷങ്ങളുടെ സമ്പാദ്യമുള്ളവരുണ്ടായിരുന്നു. എല്ലാം പടച്ചവരെ മക്കയിൽ കളഞ്ഞിട്ടാ മദീനയിലേക്ക് കടന്നു പോയത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, പണത്തിന് വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങളോട്, പൊന്നുമോരെ, നിന്റെ വീടിനകത്തെങ്ങാണം ഈ പറയുന്ന രണ്ട് ദുശീലമുണ്ടെങ്കിൽ, ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ. വാപ്പയോട് പറഞ്ഞു കൊടുക്കടേ പൊന്നുപോര്. എന്റെ പ്രിയമുള്ള പെങ്ങളോട്, നിന്റെ ഭർത്താവിനെങ്ങാണം ഈ സ്വഭാവമുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കടേ. നിന്റെ ഭർത്താവിന് നീ തിരുത്തി കൊടുക്കാതെ കൂടെ നിന്നാ ചെറുപ്രായത്തിലെ നീ വിധവയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ പെങ്ങളെ, പിഞ്ചു മക്കളെ യതീമീങ്ങളാക്കല്ലേ വാപ്പാ. ഈ രണ്ട് ദുശീലങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആയുസ് കുറച്ച് കളയുന്ന ആ രണ്ട് തെറ്റേതാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ പൊന്നു വാപ്പാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് തിന്നാനുള്ള യോഗം നിനക്കില്ല. അത് തിന്നാൻ എന്റെ പ്രിയമുള്ളവര് പെട്ടെന്ന് പണമുണ്ടാക്കാ പലിശ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, മോഷണം നടത്തുന്നവരുണ്ടല്ലോ, വ്യഭിചാരശാലകൾ നടത്തുന്നവരുണ്ടല്ലോ, പിടിച്ചു പറിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, കഞ്ചാവിന്റെ പടിയാടുന്ന ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന വഴി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, അല്ലാഹുവേ, കൊട്ടേഷൻ എടുത്തിട്ട് നടത്തുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ വിധവയാക്കല്ലേ പൊന്നുപോര്. നീ നിന്റെ വാപ്പാ, നിന്റെ മക്കളെ നിന്നെ ഉപ്പാ എന്ന് വിളിക്കുന്നത് കേട്ട് കൊതി തീർന്നില്ലല്ലോ. ആ പിഞ്ചുമോനെ ഒറ്റക്കാക്കിയിട്ട് നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എല്ലാവർക്കും പണത്തിന്റെ പുറകെ കടന്നു ഓടുകയാ. എന്റെ പ്രിയമുള്ളവര്, ഈ നാട്ടിലെ ഏതെത്ര വലിയോ പണക്കാര് ജീവിച്ചിരുന്ന നാടാ. എത്രയോ കോടീശ്വരന്മാരുണ്ടായിരുന്നു. മരിച്ചു പോയപ്പോ എന്ത് കൊണ്ടുപോയി പൊന്നുപോര്? മരിച്ചു പോയപ്പോ എന്ത് കൊണ്ടുപോയി പൊന്നുപോര്? വീട് കൊണ്ടുപോയോ, വണ്ടി കൊണ്ടുപോയോ, വാഹനം കൊണ്ടുപോയോ, ഭാര്യ മക്കളെ കൊണ്ടുപോയോ, ഒരു നല്ല വസ്ത്രമെങ്കിലും ധരിച്ചു കൊണ്ടുപോയോ പൊന്നുപോര്? ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ളത്തുടിയും കൊണ്ടാണ് നിന്റെ വാപ്പ പോയത്, നിന്റെ ഉമ്മ പോയത്, നിന്റെ കൂട്ടുകാര് പോയത്, നിന്റെ നാട്ടുകാര് പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടും പെങ്ങന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു സഹാബി നടന്നു വരികയാ. മഹാനായ ബിസ്ബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി. ബിസ്ബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ബിസ്ബേ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞതാ ബിസ്ബേ. ആരാ ബിസ്ബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്ന ബിസ്ബ് ധരിച്ചിരുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാണ്.
മിസബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും അത് ധരിക്കാറില്ല. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ് മിസബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ധരിക്കുന്നത്. പടച്ചവര് കുതിരയിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. മിസബ് എന്ന് പറയുന്ന കോടീശ്വരനായ സഹാബി പടച്ചവരെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാ. സുന്ദരികളായ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ഈ മിസബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. മുസ്ലിമാവുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മിസബ് ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്റെ ഉമ്മയെ ആയിരുന്നു. ഉമ്മയെ വല്ലാത്ത പേടിയാ. കാരണം വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാ. മിസബ് റളിയല്ലാഹു തആല മുസ്ലിമായെന്ന് ആരെയും അറിയിച്ചില്ല. അവസാനം ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്റെ വീട്ടിലെ വേലക്കാരൻ കാണുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കൽ പറഞ്ഞു കൊടുത്തു. പിന്നെ മിസബിന്റെ കാര്യം വല്ലാത്ത അവസ്ഥയാ. വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. മിസബ് റളിയല്ലാഹു തആല വരെ പട്ടിണിക്കിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര തല്ലിയിട്ടും എത്ര പീഡനങ്ങൾ സഹിച്ചിട്ടും മിസബ് റളിയല്ലാഹു തആല ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിലെ ജോലിക്കാർ മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ കയ്യിക്കാലും പിടിച്ച് വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. ഉമ്മ പറഞ്ഞവനെ വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. തന്റെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ മിസബ് റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാണ്. മിസബ് റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഉമ്മ വിളിക്കുന്നു, മോനെ മിസബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ, ഇവിടെ നിന്ന് നീ മുഹമ്മദിന്റെ മുന്നിലേക്ക് പോയാ, നിനക്കെന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസബേ. എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട് മിസബേ. മിസബ് ചോദിക്കുന്നു, ഉമ്മ എത്രയാണുമ്മ സമ്പത്ത്? അവിടെന്ന് പറയുന്നു, പൊന്നുപോരെ, ഈ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോരെ. മക്ക രാജ്യത്തിന്റെ പകുതിയും മിസബിന്റെ ഉമ്മയുടേതായിരുന്നു. ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ മിസബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താനിട്ടിരുന്ന കമീസ് അങ്ങോട്ട് ഊരുകയാ. തന്റെ ശരീരത്ത് കിടന്ന വസ്ത്രമൂരിയിട്ട് ആ വസ്ത്രം അങ്ങ് മടക്കിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, ഇതും നിങ്ങളുടെ സമ്പത്താ, എനിക്കിതിനെക്കാളും വേണ്ടത് പരിശുദ്ധമായ ധീരാ. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ മിസബിന്റെ ഉമ്മ മണ്ണ് വാരിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് ശപിക്കുകയാണ്, നീ നശിച്ചു പോകട്ടെ, നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, നീ ആ മരിച്ചാ പോലെ കാണാവരല്ലേ മിസബ്. മിസബ് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കരഞ്ഞത് എന്തിനെന്നറിയുമോ? സ്വർണ്ണത്തിന്റെ നൂലും ധരിച്ച് നടന്ന വസ്ത്രവും ധരിച്ച് നടന്ന മിസബ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. ഒരു പുതപ്പാ ധരിച്ചിരിക്കുന്നത്, വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാട്. 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാട്. ഇത് കണ്ടിട്ടാ റസൂലുള്ളാഹി കരഞ്ഞത്. മിസബിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മിസബേ, എന്തേ മിസബേ, ഇതെന്ത് കോലവാ മിസബേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചിരിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും എനിക്ക് സന്തോഷമാ നബിയേ. ഈ ഇട്ടിരിക്കുന്ന ഈ പുതപ്പിന്റെ ഓരോ സ്ഥലങ്ങള് കീറുമ്പോഴും തയ്ക്കാൻ വല്ലാത്ത സന്തോഷവാ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാരാ, സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബത്ത്
സഹാബത്ത് ഇങ്ങനെ മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സമയത്ത് നോക്കുമ്പോ ഒരു മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ജനാസ എടുത്തുകൊണ്ട് ഓടി വരികയാണ്. സഹാബത്ത് മുഴുവനും കരയുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ എന്തിനാ കരയുന്നത്? ആരുടെ ജനാസയാ സഹാബ? മഹാനായ മിസ്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നത്? നബിയേ, കഫം തുണി തികയുന്നില്ല നബിയേ, മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ, തല മറയ്ക്കുമ്പോ കാല് രണ്ടും വെളിയിലാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. അവസാനം റസൂലുള്ള പറഞ്ഞു, തലമറച്ചിട്ട് കഫം പൊതി സഹാബ, തലമറച്ചിട്ട് കഫം പൊതി സഹാബ. തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. രണ്ട് കാലും വെളിയിൽ കിടക്കുകയാണ്, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ, പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ. സഹാബത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു, പുല്ല് പറിച്ചു കൊണ്ടുവന്നു, കാലിൽ വെച്ച് കെട്ടി. നമസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയി 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കയറങ്ങടിഞ്ഞിട്ട് ആ കെട്ടടിഞ്ഞിട്ട് പുല്ല് താഴെ വീണുപോയി. രണ്ട് കാലും ഇങ്ങനെ വെളിയിൽ കാടുകയാണ്. മയ്യത്ത് കയ്യിൽ വെച്ചിട്ട് സഹാബത്ത് കരയുകയാ. എല്ലാരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബ മരിച്ചാൽ ഇതുപോലെ മരിക്കണം. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ? വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ചാൽ ഇവരെ പോലെ മരിക്കണം. എല്ലാം പടച്ചവന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ടാണ് ബിസബ് മരിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പണത്തിന്റെ പുറകെ പോടല്ലേ, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കല്ലേ, നിന്റെ ആയുസ്സത് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.